വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടുന്നത് ഒഴിവാക്കാൻ ടൗണിലെ കടകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തി. സംഭരണ കേന്ദ്രത്തിൽ കുന്നുകൂടിക്കിടന്ന മാലിന്യം 8 ദിവസം കൊണ്ട് നീക്കം ചെയ്തു. കടകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയത്. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യവും സംസ്കരണ കേന്ദ്രത്തിലാണ് എത്തിക്കുന്നത്. വീടുകളിൽ നിന്നുള്ള മാലിന്യത്തിന്റെ അളവ് കൂടിയതോടെ സമയബന്ധിതമായി തരംതിരിക്കാനാവാതെ വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കി. പുതിയ ക്രമീകരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യാപാരി സംഘടനകളുടെയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും യോഗം വിളിച്ച് ചർച്ച ചെയ്തു. എല്ലാവരും പൂർണ്ണ സഹകരണം അറിയിച്ചു. കടകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ എടുക്കുന്നത് ആഴ്ചയിലൊരിക്കലോ 3 മാസം കൂടുമ്പോഴോ എന്ന രീതിയിലേക്ക് മാറ്റി. മാലിന്യം സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ നിന്നു മാത്രം ദിവസേന എടുക്കും. കടകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ നിലവിൽ ചെയ്യുന്നതുപോലെ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികൾ ദിവസേന എടുക്കും. ജൈവമാലിന്യവും അജൈവ മാലിന്യവും തരംതിരിച്ചു നൽകണം. മാലിന്യം ശേഖരിക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടയുടമകൾ 15-നകം രജിസ്റ്റർ ചെയ്യണം. മാലിന്യം എടുക്കുന്നതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 2 ശുചീകരണ വാഹനങ്ങൾ 2 റൂട്ടുകളിലാക്കി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ശുചീകരണ ട്രാക്ടർ, വാഹനമായ ട്രാക്ടർ ടൗണിനകത്തും അതുപോലെ തന്നെ ഓട്ടോ ടോൾ മുതൽ മംഗലം പാലം വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് എടുക്കുന്നത്. ജൈവമാലിന്യം പൂർണ്ണമായിട്ടും തരംതിരിച്ച മാലിന്യമാണ് വണ്ടികളിൽ എടുക്കാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അത് ശുചീകരണ തൊഴിലാളികളാണ് അതെടുക്കുന്നത്. അജൈവ മാലിന്യം കടകളിൽ നിന്ന് എടുക്കുന്നത് വ്യാപാരികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ അവർ പറയുന്ന പക്ഷം 3 പ്രാവശ്യം ആണെങ്കിൽ 3 പ്രാവശ്യം പോവും. അതിന് നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് വ്യാപാരികളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതിന് അത് മുഴുവൻ ഫില്ല് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കൊരു സർവേക്ക് കുറച്ച് കുട്ടികളെ ഇറക്കാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മാലിന്യം തരംതിരിച്ച് MCF എത്തിക്കുകയാണെങ്കിൽ നമുക്ക് തുമ്പൂർ മൊഴി മോഡലിലാണ് നമ്മളിവിടെ ജൈവവളം സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.